വിനീഷ്യസ് ജൂനിയറിന് ഡബിൾ, മത്തേയോസ് കൂനിയയുടെ ക്ലാസി ഫിനിഷ്, നെയ്മാർ ജൂനിയറുടെ കംബാക്ക്. തുടർച്ചയായ 12ാം ലോകകപ്പിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെന്ന തലപ്പൊക്കത്തോടെ നോക്കൌട്ട്. മയാമിയിലെ മഞ്ഞക്കടലിരമ്പത്തിന് മാറ്റുകൂട്ടാൻ മറ്റെന്ത് വേണം? തുടക്കം മുതൽ ഇരമ്പിയാർത്തുവന്ന ബ്രസീൽ അറ്റാക്കിന് മുന്നിൽ സ്കോട്ടിഷ് പ്രതിരോധം പകച്ചുപോയി. 7ാം മിനിറ്റിൽ പ്രതിരോധക്കാരൻ മക്കന്നയുടെ ഡിസാസ്റ്റർ മിസ്റ്റേക്ക്. മക്കന്നയുടെ കാലിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത റയാൻ വിനീഷ്യസ് ജൂനിയറിന് തളികയിലെന്നോണം വെച്ച് നൽകി. ഗോൾ കീപ്പർ അങ്കസ് ഗണ്ണിനെ തീരാ ദുഃഖങ്ങളിലേക്ക് തള്ളിവിട്ട വിനീഷ്യസ് പന്തിനെ അനായാസം വലയിലാക്കി. 22ാം മിനിറ്റിൽ ഹെൻറിയുടെ പിഴവിൽ നിന്ന് വിനീഷ്യസ് ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചെങ്കിലും ഫൗളിൽ കുരുങ്ങി ഗോൾ നിഷേധിച്ചു. എന്നാൽ ആദ്യ പകുതി തീരും മുമ്പേ തകർപ്പൻ ഹെഡറിലൂടെ വിനീഷ്യസ് ഡബിൾ അടിച്ചു. 60ാം മിനിറ്റിൽ ബ്രൂണോ ഗുമറൈസിന്റെ മികവിൽ 3ാം ഗോൾ. ഗുമറൈസ് സ്കോട്ടിഷ് പ്രതിരോധക്കാരനെ തടിമിടുക്കിൽ മറികടന്ന് നൽകിയ റിവേഴ്സ് പാസിൽ മത്തേയോസ് കൂനിയയുടെ ക്ലാസി ഫിനിഷ്. ഒടുവിൽ 76ാം മിനിറ്റിൽ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ 981 ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച നിമിഷം. കൂനിയെ പിൻവലിച്ച ആ 10ാം നമ്പറുകാരനെ കാർലോ ആഞ്ചലോട്ടി കളത്തിലേക്ക് ഇറക്കി. നെയ്മാർ എന്ന ആർത്തുവിളിച്ച ഗാലറി ഇളകി മറിഞ്ഞു. നെയ്മാർ വന്നതോടെ ബ്രസീൽ ആക്രമണം ഒന്നുകൂടി കടുപ്പിച്ചെങ്കിലും സ്കോട്ടിഷ് കോട്ട വീണ്ടും ഒരിക്കൽ കൂടി ഭേദിക്കാനായില്ല. ഹെയ്ത്തിയെ 4-2 തോൽപ്പിച്ച ഗ്രൂപ്പ് സിയിൽ നിന്ന് മൊറോക്കോയും റൗണ്ട് ഓഫ് 32-ലെത്തിയപ്പോൾ 3 പോയിന്റുള്ള സ്കോട്ട്ലാൻഡിന് ഇനിയും സാധ്യതകളുണ്ട്. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലാൻഡും കാനഡയും നോക്കൌട്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എയിൽ സമ്പൂർണ്ണ ജയത്തോടെ ആതിഥേയരായ മെക്സിക്കോ റൗണ്ട് ഓഫ് 32-ലേക്ക് മുന്നേറിയപ്പോൾ ദക്ഷിണ കൊറിയയെ അട്ടിമറിച്ച് ദക്ഷിണാഫ്രിക്കയും നോക്കൌട്ടിലെത്തി. വേൾഡ് കപ്പ് ഡെസ്ക് 24.